എന്തുകൊണ്ടാണ് നമ്മൾ ചന്ദ്രൻ്റെ ഒരേ വശം തന്നെ എപ്പോഴും കാണുന്നത് എന്ന് അനിമേഷൻ്റെ സഹായത്തോടെ എളുപ്പം മനസ്സിലാക്കാം. ഭൂമി സ്വന്തം ആക്സിസിൽ ഏകദേശം 1674 km/h സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി ഇങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങാൻ ഏകദേശം 24 മണിക്കൂറുകൾ എടുക്കും. അതാണ് നമ്മുടെ ഒരു ദിവസം. ഇന്നത്തെ വീഡിയോയിൽ നായകൻ ചന്ദ്രനായതുകൊണ്ട് ഇനി അങ്ങോട്ട് ഭൂമിയുടെ കറക്കം തൽക്കാലം വീഡിയോയിൽ കാണിക്കുന്നില്ല. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്താൽ ഭൂമിക്ക് ചുറ്റും വലം വെക്കുന്ന ഭൂമിയുടെ ഏക നാച്ചുറൽ സാറ്റലൈറ്റാണ് ചന്ദ്രൻ. ഭൂമിക്ക് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങാൻ ചന്ദ്രൻ ഏകദേശം 27.3 ദിവസങ്ങളെടുക്കും. ഭൂമിയിൽ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് എപ്പോഴും ചന്ദ്രൻ്റെ ഒരേ വശം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഈ വശത്തെ നമ്മൾ നിയർ സൈഡ് എന്ന് വിളിക്കുന്നു. നമുക്ക് കാണാൻ കഴിയാത്ത വശത്തെ ഫാർ സൈഡ് എന്നും വിളിക്കുന്നു. മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി രണ്ട് വശത്തിനും രണ്ട് നിറം നൽകുന്നുണ്ട്. ഇനി ചന്ദ്രൻ്റെ കറക്കമൊന്ന് നോക്കിയേ. ഇത് കാണുമ്പോൾ ചന്ദ്രൻ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്നില്ലേ? അപ്പോൾ ശരിക്കും ചന്ദ്രൻ സ്വയം കറങ്ങുന്നില്ലേ? സപ്പോസ് ചന്ദ്രൻ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നില്ല എന്ന് കരുതുക. അപ്പോൾ ചന്ദ്രൻ്റെ ഒരേ വശം തന്നെ നമ്മൾ കാണുന്നുണ്ടോ എന്ന് നോക്കാം. ചന്ദ്രൻ സ്വയം കറങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു ലൈൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഭൂമിക്ക് ചുറ്റും കറങ്ങുമ്പോൾ ലൈൻ ഒരേ ദിശയിൽ തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ചന്ദ്രൻ സ്വയം കറങ്ങാതിരിക്കുമ്പോൾ ഭൂമിയിൽ നിന്നും നമുക്ക് എല്ലാ വശവും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തു മനസ്സിലാക്കാം? ചന്ദ്രൻ കറങ്ങുന്നുണ്ട്. ഇനി ഭൂമി കറങ്ങുന്നത് പോലെ ചന്ദ്രനെ സ്വന്തം ആക്സിസിൽ ഒന്ന് കറക്കി നോക്കാം. ഇങ്ങനെ കറങ്ങുമ്പോഴും ഭൂമിയിൽ നിന്നും ചന്ദ്രൻ്റെ എല്ലാ വശവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതിൻ്റെ ഉത്തരമാണ് ടൈഡൽ ലോക്കിംഗ്. ടൈഡൽ ലോക്കിംഗ് കാരണം ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന അതേ സമയം കൊണ്ട് തന്നെയാണ് സ്വന്തം ആക്സിസിൽ ഒരു തവണ കറങ്ങുന്നതും. ഇപ്പോൾ കറങ്ങുന്നതൊന്ന് നോക്കിയേ. സ്വയം കറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ വരച്ച ആ വര ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഭൂമിയെ ഒരു തവണ കറങ്ങി പൂർത്തിയാകുമ്പോൾ തന്നെയാണ് സ്വയം ഒരു തവണ കറങ്ങി പൂർത്തിയാകുന്നതും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചന്ദ്രൻ്റെ ഒരു സൈഡ് മാത്രമേ കാണൂ. ഇനി എന്താണ് ഇതിൻ്റെ അല്ലെങ്കിൽ ഈ ടൈഡൽ ലോക്കിംഗ് ഉണ്ടാകുവാനുള്ള കാരണം? ലളിതമായി പറഞ്ഞാൽ ഇതിന് കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രൻ ഭൂമിയോട് കൂടുതൽ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, ചന്ദ്രൻ ഇന്നത്തെ അത്രയും കട്ടിയുള്ളതുമായിരുന്നില്ല. കൂടാതെ അന്ന് ഭൂമിയുമായി ടൈഡൽ ലോക്കിങ്ങിൽ ആയിരുന്നുമില്ല. അന്ന് ചന്ദ്രൻ സ്വന്തം അച്ചുതണ്ടിൽ വളരെ വേഗത്തിൽ കറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ എല്ലാ വശങ്ങളും ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുമായിരുന്നു. ഭൂമിയിൽ നിന്ന് അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കുറഞ്ഞു വരും. ചന്ദ്രൻ്റെ ഡയമീറ്റർ 3475 കിലോമീറ്ററാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണം ചന്ദ്രൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെയല്ല ബാധിക്കുന്നത്. ഭൂമിയോട് അടുത്തുള്ള വശത്ത് അകലെയുള്ള വശത്തേക്കാൾ ശക്തമായ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? ചന്ദ്രനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. അങ്ങനെ ചന്ദ്രൻ്റെ ഷേപ്പ് ഗോളാകൃതിയിൽ നിന്നും മാറി ഒരു മുട്ടയുടെ ആകൃതിയിലേക്ക് അല്ലെങ്കിൽ ഒബ്ലോങ് ഷേപ്പിലേക്ക് ആകുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ സ്ട്രെച്ച് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഭൂമിക്ക് നേരെ അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്താണ് ഗ്രാവിറ്റി മൂലം ഈ തള്ളൽ രൂപപ്പെടുന്നത്. പക്ഷേ ചന്ദ്രൻ സ്വയം കറങ്ങുന്നതുകൊണ്ട് ഈ തള്ളൽ ഈ പൊസിഷനിൽ നിന്നും ഇങ്ങനെ മാറുന്നു. അപ്പോൾ ഗ്രാവിറ്റി വീണ്ടും ഈ തള്ളി നിന്ന ഭാഗത്തെ ഭൂമിയുടെ നേരെ കൊണ്ടുവരാൻ തുടങ്ങും. അപ്പോൾ ചന്ദ്രനിലെ പദാർത്ഥങ്ങൾ വീണ്ടും ക്രമീകരിക്കപ്പെടാനും ഈ തള്ളലിനെ ഭൂമിക്ക് അഭിമുഖമായുള്ള ഭാഗത്തേക്ക് തിരികെ കൊണ്ടുവരാനും കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഇതിൽ എപ്പോഴും ഒരു ഡിലേ ഉണ്ടാകും. ഇങ്ങനെ ഭൂമിയുടെ ഗ്രാവിറ്റി ചന്ദ്രൻ്റെ തള്ളി നിൽക്കുന്ന ഭാഗത്തെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുമ്പോൾ അവിടെ ഒരു ടോർക്ക് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നു. ഇത് ചന്ദ്രൻ്റെ ആക്സിസിലെ കറക്കത്തിന് നേരെ എതിരായിട്ടാണ് ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയുടെ ഗ്രാവിറ്റി ഒരു ബ്രേക്ക് പോലെ ഇവിടെ ചന്ദ്രൻ്റെ കറക്കത്തെ പിടിച്ചു നിർത്തുന്നു. ഇങ്ങനെ കോടിക്കണക്കിന് വർഷം നടന്നുകൊണ്ടേയിരുന്നു. ചന്ദ്രൻ്റെ ഷേപ്പിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ മാറ്റം ചന്ദ്രൻ്റെ ഉള്ളിൽ വലിയ രീതിയിൽ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഉണ്ടാകാൻ കാരണമായി. ഇതുമൂലം ചന്ദ്രൻ്റെ റൊട്ടേഷണൽ എനർജി ഹീറ്റായി മാറുകയും അത് പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്തു. ഇങ്ങനെ എനർജി നഷ്ടമായതോടെ ചന്ദ്രൻ്റെ കറക്കത്തിൻ്റെ വേഗത കുറഞ്ഞു വന്നു. ഒടുവിൽ സ്വന്തം ആക്സിസിൽ ഒരു കറക്കത്തിനെടുക്കുന്ന സമയം
ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു ഭ്രമണത്തിനെടുക്കുന്ന സമയത്തിന് തുല്യമായി മാറി. ഈ അവസ്ഥയിൽ ഭൂമിയുടെ ഗ്രാവിറ്റി മൂലമുള്ള ചന്ദ്രനിലെ ആ തള്ളൽ ഇനി സ്ഥാനം മാറില്ല. അത് എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി തന്നെ ഇരിക്കും. അങ്ങനെ ചന്ദ്രൻ ഭൂമിയുമായി പൂർണ്ണമായും ടൈഡൽ ലോക്കിലായി മാറി. ഇനി എപ്പോഴെങ്കിലും മനുഷ്യൻ ചന്ദ്രൻ്റെ ഫാർ സൈഡ് കണ്ടിട്ടുണ്ടോ? ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർക്ക് ചന്ദ്രൻ്റെ ഒരു വശം മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ചന്ദ്രൻ്റെ മറുപുറം അല്ലെങ്കിൽ ഫാർ സൈഡ് പൂർണ്ണമായും ഒരു നിഗൂഢതയായി തുടർന്നു. എന്നാൽ 1959 സോവിയറ്റ് പേടകമായ ലൂണ 3 ചന്ദ്രനെ മറികടന്ന് പറക്കുകയും ചന്ദ്രൻ്റെ ഫാർ സൈഡ് ചിത്രങ്ങൾ ആദ്യമായി പകർത്തുകയും ചെയ്തതോടെ ആ നിഗൂഢമായ വശം നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് 1968 അപ്പോളോ 8 ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനെ വലം വച്ചതോടെ ചരിത്രത്തിൽ ആദ്യമായി ആ നിഗൂഢമായ മറുപുറത്തിന് നേരിട്ട് സാക്ഷ്യം വഹിച്ച മനുഷ്യരായി അവർ മാറി. ഭൂമിയിൽ നിന്ന് നമ്മൾ കാണുന്ന നിയർ സൈഡ് പോലെ തന്നെ ഇരുണ്ടതും വെളിച്ചമുള്ളതുമായ പ്രദേശങ്ങളുടെ ഒരു മിശ്രിതമായിരിക്കും ഫാർ സൈഡും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ചിത്രങ്ങൾ ലഭിച്ചപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ചന്ദ്രൻ്റെ മറുപുറം തീർത്തും വ്യത്യസ്തമായാണ് കാണപ്പെട്ടത്. നമുക്ക് കാണാൻ കഴിയുന്ന നിയർ സൈഡ് പണ്ട് ലാവ ഒഴുകിയുണ്ടായ വലിയ ഇരുണ്ട സമതലങ്ങൾ നിറഞ്ഞതാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ചന്ദ്രൻ്റെ ഫാർ സൈഡ് മുഴുവൻ വലിയ കുഴികളും ഏതാണ്ട് ഒരേപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശവുമായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുയർത്തി. ചന്ദ്രൻ്റെ ഇരുവശങ്ങളും തമ്മിൽ ഇത്രയധികം വ്യത്യാസപ്പെടാൻ കാരണം എന്താണ്? ഒടുവിൽ ശാസ്ത്രജ്ഞർ അതിൻ്റെ ഉത്തരം കണ്ടെത്തി. ചന്ദ്രൻ്റെ നിയർ സൈഡിനെ അപേക്ഷിച്ച് അതിൻ്റെ ഫാർ സൈഡിന് വളരെ കട്ടിയുള്ള പുറന്തോട് അല്ലെങ്കിൽ ക്രസ്റ്റ് ഉണ്ട്. ഈ കട്ടിയുള്ള ക്രസ്റ്റ് കാരണം ചന്ദ്രൻ്റെ ഉള്ളിലുള്ള ഉരുകിയ ലാവയ്ക്ക് ഉപരിതലത്തിലേക്ക് ഒഴുകിയെത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ നിയർ സൈഡിൽ ഈ പുറന്തോടിന് കട്ടി കുറവാണ്. ഇത് ചന്ദ്രൻ്റെ ഉൾഭാഗത്തെ വിള്ളലുകളിലൂടെ ലാവ മുകളിലേക്ക് ഉയരാനും ഉപരിതലത്തിൽ വ്യാപിക്കാനും കാരണമായി. ഇതാണ് ഇന്ന് ഭൂമിയിൽ നിന്ന് നമ്മൾ നിയർ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന വലിയ ഇരുണ്ട പ്രദേശങ്ങൾ സൃഷ്ടിച്ചത്. ചന്ദ്രൻ്റെ ഫാർ സൈഡിലുള്ള ക്രസ്റ്റിനെ നിയർ സൈഡിലുള്ള ക്രസ്റ്റിനേക്കാൾ ഏകദേശം 50 കിലോമീറ്ററോളം കൂടുതൽ കട്ടിയുണ്ടെന്ന് അടുത്ത കാലത്ത് നാസ നടത്തിയ ദൗത്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ യൂട്യൂബ് നമ്മുടെ വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കുകയുള്ളൂ. അതുപോലെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, സ്റ്റുഡൻസിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു സപ്പോർട്ടായിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കുറച്ച് പേർ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. airastudios.org എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ അതുപോലെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലൊക്കെ നമ്മളുണ്ട്. അതൊക്കെ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.